മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഫാത്തിമയും മുഹമ്മദും വളരെയധികം ആസ്വദിച്ചു. കൂടാതെ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നന്മയുടെ വിത്തുകൾ പാകിക്കൊടുക്കുവാൻ മറന്നില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് മാതൃകയാകും വിധം അവർ വളർന്നു. മാതാപിതാക്കളെ സഹായിക്കുന്നതിലും അവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി. മക്കളെല്ലാം കൂടുതൽ വർഷം പിന്നെയും കഴിഞ്ഞുപോയി. മക്കളെല്ലാം വലുതായിക്കൊണ്ടിരുന്നു. ഫാത്തിമയുടെ മുഹമ്മദിൻ്റെ മൂത്ത മകൾ സൈനബ. അവൾ 10ാം ക്ലാസ്സിൽ ഉന്നത മാർക്കോടെ പരീക്ഷയിൽ പാസ്സായി. സ്കൂളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അഭിനന്ദനങ്ങൾ അവളെ തേടിയെത്തി. പിന്നെയും അവൾ പഠനം തുടർന്നു. അവൾക്കൊരു ഡോക്ടറാകണമെന്നായിരുന്നു ആഗ്രഹം. അത് അവൾ അവളുടെ ഉപ്പാനെ അറിയിച്ചു. മുഹമ്മദ് അത് സന്തോഷത്തോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ആഗ്രഹം എന്താണെങ്കിലും അത് ഈ ബാപ്പ നടത്തിത്തരും മോളെ. അപ്പോൾ സൈനബ ചോദിച്ചു, ബാപ്പ നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും എനിക്ക് പഠിച്ച് ഡോക്ടറാകാൻ കഴിയുമോ? അപ്പോൾ ബാപ്പ പറഞ്ഞു, മോളെ നീ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ബാപ്പ മോളെ പഠിപ്പിക്കും. അത് കേട്ടതും സൈനബയുടെ കണ്ണു നിറഞ്ഞു. അവൾ ബാപ്പയോട് പറഞ്ഞു, ബാപ്പ, നിങ്ങളെപ്പോലൊരു ബാപ്പയെ തന്ന അള്ളാഹുവിന് ഞാൻ ഈ സമയം നന്ദി പറയുന്നു. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങളെപ്പോലൊരു ബാപ്പയെ കിട്ടിയത്. അങ്ങനെ മുഹമ്മദ് ഫാത്തിമയോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളുടെ ആഗ്രഹം ഇങ്ങനെയൊക്കെയാണെന്ന്. ഫാത്തിമ ആദ്യം മുഹമ്മദിനോട് ചോദിച്ചു, ഇക്ക, നമ്മളുടെ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ നമ്മൾ ഇത്ര വലിയ പൈസ കൊടുത്ത് മോളെ പഠിപ്പിക്കും? അത് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, അള്ളാഹുവാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. അവൻ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരാതിരിക്കില്ല. മോളുടെ ആഗ്രഹം എനിക്ക് നിരുത്സാഹപ്പെടുത്താൻ തോന്നിയില്ല ഫാത്തിമ എന്ന്. ഇതൊക്കെ കേട്ട് ഫാത്തിമ പറഞ്ഞു, നിങ്ങളെപ്പോലൊരു ഭർത്താവിനെയും നിങ്ങളെപ്പോലൊരു ബാപ്പയെയും കിട്ടിയ ഞാനും എൻ്റെ മക്കളും എത്ര ഭാഗ്യവതിയാണ്. അൽഹംദുലില്ലാ. അങ്ങനെ അവർ ഉറങ്ങാൻ കിടന്നു.